പ്രിയപ്പെട്ട എൻ്റെ സഹോദരീ സഹോദരന്മാരായ ഇന്ത്യ രാജ്യത്തിലെ 142 കോടി ജനങ്ങൾ ചിന്തിക്കേണ്ട വളരെ ഗൗരവതരമായ ഒരു വസ്തുതയാണ് ഞാൻ ഈ സന്ദേശമായി അറിയിക്കുന്നത്. നമ്മുടെ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി വളർന്നു. ലക്ഷക്കണക്കിൽ പ്രവർത്തകരും എല്ലാ ജനജാതി ജനവിഭാഗങ്ങളും ഒറ്റക്കെട്ടായി പോരാടി മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ അവസാനം 1947 നമുക്ക് സ്വാതന്ത്ര്യം നേടി. അതിനുശേഷം വളരെ ശക്തമായൊരു രാജ്യമായി ഉപ്പുതൊട്ട് കർപ്പൂരം വരെ ഇല്ലാതിരുന്ന ഇന്ത്യയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആദ്യത്തെ പ്രധാനമന്ത്രിയാകുന്നു. അതിനുശേഷം ധാരാളം പ്രധാനമന്ത്രിമാർ ഇന്ത്യ ഭരിക്കുന്നു. 1948 മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊല്ലുന്നു. 1984 ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊല്ലുന്നു. 1991 രാജീവ് ഗാന്ധിയെ വെടിവെച്ച് കൊല്ലുന്നു. ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊന്ന അതേ സമയം തന്നെ മുൻ കരസേനാ മേധാവിയായിരുന്ന ജനറൽ വൈദ്യ എന്ന ആർമി ചീഫിനെയും വെടിവെച്ച് കൊല്ലുന്നു. ഇങ്ങനെയെല്ലാം ധാരാളം നേതാക്കളും പ്രവർത്തകരും ഈ രാജ്യത്തിന് വേണ്ടി രക്തം ചിന്തി നാം നേടിയെടുത്തു. നമ്മൾ ലോകത്തിലെ അത്യാവശ്യം നല്ല ശക്തിയുള്ളൊരു സൈനിക ശക്തിയായി വളർന്നു. ഇപ്പോൾ 2014 മുതൽ നമ്മുടെ രാജ്യത്തെ മതേതര ജനാധിപത്യ സങ്കല്പങ്ങൾ നഷ്ടപ്പെടുന്നു, വർഗീയത വർദ്ധിക്കുന്നു, ജനാധിപത്യം നഷ്ടപ്പെടുന്നു, സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു. സർക്കാരിൻ്റെ എക്സിക്യൂട്ടീവ് പവറുകളെല്ലാം തന്നെ കൃത്രിമമായി സെൽഫിഷായി പ്രവർത്തിക്കുന്നു. ജുഡീഷ്യറിയും തന്നെ നല്ല ആത്മധൈര്യമില്ലാത്ത രൂപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. സർക്കാരുകളെപ്പോലും വിലയില്ലാത്ത